الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وقالوا لن يدخل الجنة إلا من كان هودا ونصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. आयत का तर्जुमा है और वो कहते हैं ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: सिवाय उनके യഹൂദരോ ക്രൈസ്തവരോ അല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് അവർ പറയുന്നു. അതവരുടെ വ്യാമോഹങ്ങളാണ്. പറയുക, अगर तुम सच्चे हो നിങ്ങൾ സത്യവാദികളാണെങ്കിൽ നിങ്ങളുടെ തെളിവ് ഹാജരാക്കുക. सच ये है कि जो അങ്ങനെയല്ല, आप खुदा ഏതൊരാൾ സുഹൃതം ചെയ്യുന്നവനായിരിക്കെ അള്ളാഹുവിന് സ്വയം അർപ്പണം ചെയ്യുന്നുവോ അവന് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന്റെ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരു ഭയപ്പാടുമില്ല, അവർ വ്യസനിക്കുന്നതുമല്ല. गुज़श्ता दिनों मुझे किसी ने लिखा കഴിഞ്ഞ ദിവസം हुकूमत बनी है ഒരാളുടെ കത്ത് എനിക്ക് ലഭിച്ചു. പാകിസ്ഥാനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഗവൺമെന്റും वही कुछ करेगी മുമ്പുള്ള ഗവൺമെന്റുകൾ ചെയ്തതുപോലെ തന്നെ അഹമ്മദികളോട് और एक वजीर का नाम लिया ചെയ്യുന്നതാണ്. कि वो तो पहले तो एमपी के साथ अच्छा नहीं रहा ആ വ്യക്തി ഒരു മന്ത്രിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് എഴുതി, അയാൾ മുമ്പും അഹമ്മദികളോട് മോശമായാണ് പെരുമാറിയിട്ടുള്ളത്, അവിടെ ഇനിയും നമ്മുടെ അവസ്ഥ മോശമാകുന്നതാണ്. എഴുതുന്ന വ്യക്തി തന്റെ വ്യാകുലത കത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. लेकिन എന്ത് സംഭവിക്കും എന്നത് അള്ളാഹുവിനെ നന്നായി അറിയുകയുള്ളൂ. जब पाकिस्तान ഈ സർക്കാരാണെങ്കിലും വേറെ ഏതെങ്കിലും സർക്കാരാണെങ്കിലും अहमदियों के खिलाफ ऐसा അഹമ്മദികൾക്കെതിരിൽ जिसमें जुल्म ക്രൂരത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കരിനിയമം പാകിസ്ഥാനിൽ നിലനിൽക്കുമ്പോൾ करने की जरूरत ഇങ്ങനെ വ്യാകുലപ്പെടേണ്ട इसलिए കാര്യമില്ല. करनी है तो ये वो हमेशा की और मुस्तकिल फिक्र ही है പാകിസ്ഥാനി അഹമ്മദികളെ സംബന്ധിച്ച് और पाकिस्तान ഈ ഒരു വ്യാകുലത സ്ഥിരമായിട്ടുള്ളതാണ്. इस लिहाज से പാകിസ്ഥാനി അഹമ്മദികൾ अगर तो ഇക്കാര്യത്തിൽ കൂടുതലായി ദുആ ചെയ്യേണ്ടതാണ്. दुनियावी हुकूमतों से कुछ लेना है ഭൗതിക ഗവൺമെന്റിനോട് വല്ലതും നമുക്ക് നേടാനുണ്ടെങ്കിൽ रखें और फिक्र करें ഇങ്ങനെയുള്ള വ്യാകുലത तमाम तर ആവാമായിരുന്നു. खुदा ताला की जात पर है എന്നാൽ നമ്മുടെ यकीनन खुदा സർവ ആശ്രയവും അള്ളാഹുവിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും നാം ആശ്രയിക്കുന്നതും അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തന്നെയാണ്. तो हमारे हालात അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാകുലതക്ക് ഒരു സ്ഥാനവുമില്ല. ഇന്ന സർക്കാർ വന്നാൽ നമ്മുടെ അവസ്ഥ ശരിയാകുമെന്നോ ഇന്ന സർക്കാർ വന്നാൽ മോശമാകും എന്നോ ഒന്നും വിചാരിക്കേണ്ട കാര്യം തന്നെയില്ല. इस किस्म की അള്ളാഹു നമ്മോടൊപ്പമുണ്ടെങ്കിൽ, അള്ളാഹുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ഇവരെ പരിഗണിക്കേണ്ട കാര്യമില്ല. हुकूमतों ने तो दुनिया के लिहाज से
जो चाहे ഭൗതിക സർക്കാരുകൾ ഭൗതിക തലത്തിൽ गुज़श्ता അവർ ഉദ്ദേശിക്കുന്നതെന്തോ അത് നടപ്പിൽ വരുത്തുന്നു. तकरीबन അഹമ്മദികൾക്കെതിരിൽ जब से कानून पास हुआ है अहमदियों के खिलाफ ഈ 38 साल होने लगे हैं കരിനിയമം ये कर रही हैं, അസംബ്ലിയിൽ बल्कि പാസാക്കിയിട്ട് हज़रत मसीह 38 വർഷം കഴിഞ്ഞു. അന്നു മുതൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും हुकूमत के लेवल पर എതിർപ്പുകളുണ്ട്. അക്കാലത്തും कुछ न कुछ സർക്കാരുകൾ സർക്കാർ തലത്തിലല്ലെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എതിരാളികളോട് ചേർന്നുകൊണ്ട് अहमदियों के खिलाफ അഹമ്മദിയത്തിനെതിരിലും सूबे बनाते हैं। ചില അഹമ്മദികൾക്കെതിരിലും അക്രമം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. बहरहाल चाहे एक नजरिया रखने वाली हुकूमत हो या दूसरा, ചുരുക്കത്തിൽ अपने जोम में तो इन्होंने ഏതു കാഴ്ചപ്പാടുള്ള സർക്കാരാണെങ്കിലും दायरा അവർ से खारिज किया हुआ है और അവരുടെ ധാരണയിൽ അഹമ്മദികളെ ये एक वजह है ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. दिए जाने की। എതിർപ്പിന്റെ കാരണം ഇതാണ്. ഇത് കാരണമാണ് മുല്ലാക്കൾക്ക് അഴിഞ്ഞാടാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അത് ഏത് ഗവൺമെന്റ് വന്നാലും അക്രമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. बल्कि बढ़ रही है। बस हमें ना तो इन दुनियावी हुकूमतों से അതിനാൽ किसी भलाई की उम्मीद है और ഒരു ഭൗതിക സർക്കാരിലും നമുക്ക് किसी से പ്രതീക്ഷ വെച്ച് പുലർത്താൻ പാടില്ല. हमें അതേപോലെ दायरा इस्लाम में നാം ഇസ്ലാമിക വൃത്തത്തിനകത്താണെന്നതിന് ഒരു असल സർക്കാരിന്റെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും നമുക്കില്ല. मुसलमान है, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ मुसलमान है ആരാണോ മുസ്ലിം അവരാണ് യഥാർത്ഥ മുസ്ലിം. वहदानियत पर यकीन അള്ളാഹുവിന്റെ ഏകത്വത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നുവെന്നും वसल्लम को आखिरी शरी नबी मानता हूँ। തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരീഅത്തോടു കൂടിയ അവസാന നബിയായി അംഗീകരിക്കുന്നുവെന്നും ഖാത്തമുൽ അംബിയ ആണെന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നും പ്രഖ്യാപിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദികൾ മുസ്ലിങ്ങളാണ്. വിശ്വാസപരമായും बस കർമ്മപരമായും അവർ മുസ്ലിങ്ങളാണ്. മറ്റുള്ളവരെക്കാളും ശക്തരായ മുസ്ലിങ്ങളാണ്. गैर मुस्लिम बनाकर ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷവും ഞങ്ങളെ നിർബന്ധിച്ച് हम पर करें, അമുസ്ലിങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് उसे मुसलमान है हम पर करें, ഈ ഭരണഘടനാപരമായ മുസ്ലിങ്ങൾ ഞങ്ങളോട് എന്തു ചെയ്താലും ये शीर बात पर इनके ഭരണകൂടങ്ങളും हम पर करें। അതിലെ മന്ത്രിമാരും ये अल्लाह ताला की निगाह में ഭരണതന്ത്രജ്ഞരും गुनाहगार बन रहे हैं ഞങ്ങളോട് और हमें खुद എന്തു ചെയ്താലും करीब ला रहे हैं। ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇവർ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെ അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമ്മെ അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതാക്കേണ്ടതാണ്. ഓരോ അഹമ്മദിയും ഇത് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഈ സാമീപ്യവും ഈ സാമീപ്യത്തിൽ കൂടുതൽ മുന്നേറുന്നതും തന്നെയാണ് ദൈവിക പ്രസ്ഥാനങ്ങളുടെ അടയാളം. ഇതാണ് അടയാളമായി തീരേണ്ടത്. इतना पता नहीं ഇവിടെ ഞാൻ ഭരണഘടനാപരമായ മുസ്ലിങ്ങൾ എന്ന് പറയുകയുണ്ടായി. पाकिस्तान का आयन എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് വ്യക്തമായി അറിയാത്തവരുടെ അറിവിലേക്കായി പറയുകയാണ്. अगराज के लिए പാകിസ്ഥാനിലെ ഭരണഘടനാ നിയമം പറയുന്നത് अजीब अलमी അഹമ്മദികൾ ഭരണഘടനാപരമായും നിയമപരമായും മുസ്ലിങ്ങളല്ല എന്നാണ്. असेंबली ഈ ഒരു പ്രഖ്യാപനം തന്നെ അത്ഭുതകരമാണ്, ഒരു തമാശയാണ്. असेंबली का दावा ഒരു ജനാധിപത്യ നിയമനിർമ്മാണ സഭ मजहब के बारे में फैसला कर रही है। എന്ന് വാദിക്കുന്ന സർക്കാർ മതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക എന്നത് അത്ഭുതകരം തന്നെ. इस हवाले से ഏതായിരുന്നാലും किया था 1974 में। इसके बाद फिर फौजी आमर ने 1974 ഇത് സംബന്ധമായി ഒരു നിയമം പാസാക്കുകയുണ്ടായി. അതിനുശേഷം സൈന്യാധിപൻ ഈ നിയമത്തിൽ കൂടുതൽ കഠിനതരമായ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. इस आयन ഇപ്പോൾ के मुताबिक അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. और कानून की नजर में ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദികൾ
നിയമത്തിന്റെ മുമ്പിലും ഭരണഘടനയുടെ മുമ്പിലും അമുസ്ലിങ്ങളാണ്. ലോകത്ത് ഇന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം പ്രദർശിക്കുന്നവർ അഹമ്മദികളായിരുന്നിട്ടുകൂടി ഇതാണ് അവസ്ഥ. എന്നാൽ അനഹമ്മദികളായ പാകിസ്ഥാനി പൗരന്മാർ ഭരണഘടനയുടെയും നിയമത്തിന്റെയും മുമ്പിൽ മുസ്ലിങ്ങളാണ്. എന്നാൽ ഇസ്ലാമിന്റെ തെറ്റായ ചിത്രമാണ് ഇവരിൽ ഭൂരിഭാഗം കക്ഷികളും ലോകത്തിനു മുമ്പാകെ സമർപ്പിക്കുന്നത്. ഇവർ ഇസ്ലാമിനെ അപമാനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അവർ മുസ്ലിങ്ങൾ. ലോകത്തുള്ള പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അടുത്ത കാലത്ത് നടന്ന അമേരിക്ക കാനഡ സന്ദർശനങ്ങളിൽ എല്ലാ സ്ഥലത്തും വാർത്താ ഏജൻസികൾ ചോദിച്ച ചോദ്യമാണിത്. അതായത്, നിങ്ങൾ സമർപ്പിക്കുന്ന ഇസ്ലാം വളരെ നല്ലതാണെന്നത് ശരി തന്നെ, എന്നാൽ മുസ്ലിം ഭൂരിപക്ഷം നിങ്ങളെ മുസ്ലിങ്ങളായി തന്നെ പരിഗണിക്കുന്നില്ലല്ലോ. അതേപോലെ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതിന് ഘടകവിരുദ്ധമായാണ് അവർ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം താങ്കൾ പറയുന്നത് ലോകത്ത് അഹമ്മദികൾ യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവം കൊണ്ടുവരുമെന്നുമാണ്. ഇതെങ്ങനെ സംഭവിക്കും? അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഈ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്നതല്ല, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് നല്ലവരായ മുസ്ലിങ്ങൾ ഈ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വർഷവും അഹമ്മദിയത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്, യഥാർത്ഥ ഇസ്ലാമിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തആല ഇസ്ലാം ഒരു ശാന്തി സമാധാന മതമാണെന്നും ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ സന്ദേശവാഹകനാണെന്നും അദ്ദേഹത്തെ പോലുള്ള സമാധാനകാംക്ഷിയെ ലോകത്ത് കാണാൻ സാധ്യമല്ലെന്നും ലോകത്തിന്റെ മോക്ഷം അദ്ദേഹത്തിന്റെ പതാകയ്ക്ക് ആണെന്നും ലോകരെ അംഗീകരിപ്പിക്കുന്നതുവരെ ഞങ്ങൾ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് ഞാൻ അവരോട് പറയാറുള്ളത്, ഒരാളുടെ മതത്തെക്കുറിച്ച് തീരുമാനം കൽപ്പിക്കാൻ ഒരാളെ ഇന്ന മതം വിശ്വസിക്കുന്നവരാണെന്നും അല്ലെന്നും വിധി എഴുതാൻ മറ്റൊരാളുടെയും ജോലിയല്ല. മറിച്ച് ഓരോ മനുഷ്യനും അവന്റെ മതത്തെക്കുറിച്ച് സ്വയം തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. ചില തീവ്രവാദ സർക്കാരുകളും മുല്ലാക്കളും ഞങ്ങളെ മുസ്ലിങ്ങളായി പരിഗണിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾക്കതുകൊണ്ട് ഒരു വ്യത്യാസവും വരില്ല. ഞാൻ മുസ്ലിമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചവരെല്ലാം മുസ്ലിങ്ങളാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാത്തവരെക്കാളും നല്ല മുസ്ലിങ്ങളാണ്. ഓരോ അഹമ്മദിയും മനസ്സിലാക്കുന്നതും ഇതാണ്. എതിരാളികൾ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അഹമ്മദിയത്തിന് ഒന്നും സംഭവിക്കുന്നതല്ല. എന്നാൽ ഏതെങ്കിലും സർക്കാരോ മന്ത്രിയോ അവരുടെ ശിങ്കിടികളോ അഹമ്മദികളോട് അക്രമം ചെയ്യുകയാണെങ്കിൽ അവർ ലോകത്ത് തങ്ങളുടെ സർക്കാരിനെയും തന്റെ രാജ്യത്തെയും അപകീർത്തിപ്പെടുത്തുന്നവരായി മാറുന്നതാണ്. സർക്കാർ അപകീർത്തിപ്പെടുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു പാകിസ്ഥാനി എന്ന നിലക്ക് തീർച്ചയായും ലജ്ജിക്കുമെന്നത് നേരാണ്. എന്നാൽ രാജ്യം അപകീർത്തിപ്പെടുമ്പോൾ അഹമ്മദികൾക്ക് വേദനയുണ്ട്. കാരണം ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവർ ഞങ്ങളിലുണ്ട്. ഇപ്പോൾ ഇവിടെ മതത്തിന്റെ പേരിൽ രക്തപ്പുഴ ഒഴുക്കി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, മറിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും മതമായ ഇസ്ലാമിനെയും അപകീർത്തിപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ശത്രുക്കളോട് പോലും നിങ്ങൾ സുകൃതം ചെയ്യുക. നീതിയുടെ പ്രശ്നം വരുമ്പോൾ നീതിക്ക് മുൻതൂക്കം നൽകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ്. ഇതാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഏതെങ്കിലും സമൂഹത്തോടുള്ള ശത്രുത
ये तकवा നീതി നടപ്പിൽ വരുത്താതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. तकवा अख्तियार करो। നീതി നടപ്പിൽ വരുത്തുക ഇത് തഖ്വയുമായി വളരെ അടുത്തതാണ്. അള്ളാഹു പറയുന്നു, എന്റെ തഖ്വ നിങ്ങൾ സ്വീകരിക്കുക. ചുരുക്കത്തിൽ ഇസ്ലാം നൽകുന്ന അധ്യാപനമാണിത്. നാം ഇസ്ലാമിന്റെ എതിരാളികളെ, ഇസ്ലാമിനെതിരിൽ അവർ ശബ്ദിക്കുമ്പോൾ मुसलमान വിശുദ്ധ ഖുർആന്റെ ഇவ்விധമുള്ള മനോഹര അധ്യാപനങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് അവരുടെ വായ അടപ്പിക്കാറുള്ളത്. യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിന്റെ ഭയവും പ്രീതിയും തൃപ്തിയുമാണ് മുന്നിൽ വെക്കുക. वो ये हो ही नहीं सकता कि एक हकीकी मुसलमान बेइंसाफी ഒരു യഥാർത്ഥ വിശ്വാസി അനീതിയെയും അക്രമത്തെയും പിന്തുണക്കുകയില്ല. कि जिन लोगों के पीछे എന്നാൽ कौम चल रही है ഇവിടെയുള്ള പ്രശ്നം മറ്റൊന്നാണ്. सही नहीं है, ഏതൊരു കൂട്ടരുടെ പിന്നാലെയാണോ ജനങ്ങൾ നടക്കുന്നത്, तो फिर उनसे जोर അവരിൽ തഖ്വയില്ല. और बेइंसाफी തഖ്വയില്ലെങ്കിൽ तो ही की जा सकती അവരിൽ നിന്ന് അക്രമവും അനീതിയും മാത്രമേ പ്രതീക്ഷിക്കാൻ है। अभी 2 दिन पहले സാധിക്കുകയുള്ളൂ. ഇതല്ലാതെ മറ്റൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കാവതല്ല. पूरे होने पर यहाँ पार्लियामेंट हाउस में एक फंक्शन था जिसमें 42 യു കെ ജമാഅത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ പാർലമെന്റ് ഹൌസിൽ 2 ദിവസം മുമ്പ് ഒരു ഫംഗ്ഷൻ നടന്നിരുന്നു. അതിൽ 42 പാർലമെന്റേറിയൻ പങ്കെടുത്തിരുന്നു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വന്നിരുന്നു. 6 മന്ത്രിമാരും വന്നിരുന്നു. मैंने 20 മറ്റു ഡിപ്ലോമേറ്റും മറ്റു വിദ്യാസമ്പന്നരായ ആളുകളും അതിലുണ്ടായിരുന്നു. അവരുടെ മുമ്പാകെയും ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളുടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെയും വെളിച്ചത്തിൽ तो सबको यही യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവരോട് ഞാൻ പറയുകയുണ്ടായി. जमात अहमदिया അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞത്, എപ്പോഴും താങ്കൾ ഇவ்விധത്തിലുള്ള നല്ല കാര്യങ്ങളാണ് പറയാറുള്ളത് എന്നാണ്. അഹമ്മദിയ ജമാഅത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കാര്യങ്ങളാണ് പറയാറുള്ളത്. परेशानी है, എന്നാൽ മറ്റ് മുസ്ലിം സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂലം ഞങ്ങൾക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരുന്നു. ചില രാഷ്ട്രീയ പ്രവർത്തകർ ഈ കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. രാഷ്ട്രീയ സ്ഥിതി വിശേഷം കാരണം ചിലർ പേടിച്ചാണ് കാര്യങ്ങൾ പറയാറുള്ളത്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെയും വെളിച്ചത്തിൽ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം എന്താണെന്നും അവർക്ക് മനസ്സിലാകുന്നു. कि तुम्हारा ചിലർ വളരെയധികം സ്വാധീനിക്കപ്പെടാറുണ്ട്. ഒരു രാജ്യത്തെ അംബാസിഡർ എന്നോട് പറഞ്ഞത് के हवाले से ഇന്നലെയോ മനിയാന്നോ നടന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും മറ്റും താങ്കൾ സമർപ്പിക്കുന്ന ഓരോ വാക്കും भी है, എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തോട് വളരെ നല്ല അടുപ്പമാണ്. मैंने कहा പല പരിപാടികളിലും അദ്ദേഹം വരാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കാനല്ല ഞാനിത് പറഞ്ഞത്, ഈ സന്ദേശത്തെ നിങ്ങളുടെ ചുറ്റും പ്രചരിപ്പിക്കുകയും വേണം. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ചെയ്യുന്നുണ്ട്, ഭാവിയിലും ഇത് ചെയ്യുന്നതാണ്. ഈ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്വാധീനം ചെലുത്തുന്നതാണ്. എന്നാൽ കഠിന ഹൃദയരായ മുല്ലാവർഗം ഇത് കേട്ടിട്ടും, അതും നമ്മളുടെ നാവിൽ നിന്ന് കേട്ടിട്ടും അവരുടെ ഹൃദയം വീണ്ടും കല്ലായി മാറുകയാണ്. ഞങ്ങൾ कि तासुरात ഇസ്ലാമിനെ जाहिल कर रहे हैं, തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. इस्लाम की खूबसूरती को दुनिया में दिखाएं, इसलिए हम ഇതാണ് ഞങ്ങളുടെ ജോലി. ഇസ്ലാമിന്റെ മനോഹാരിത ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടേ പോകുന്നതാണ്. എന്നിട്ടും और बाज पढ़े लिखे लोग മുസ്ലിം നാടുകളിലെ നേതാക്കന്മാരും अहमदियों पर വിദ്യാസമ്പന്നരായ ചിലരും മുല്ലാക്കളുടെ പിന്നാലെ നടന്ന് അഹമ്മദികൾക്കെതിരിൽ का काम है, बहरहाल അക്രമം ചെയ്യുന്നു, ഇസ്ലാമിന്റെ പേരിൽ അക്രമം ചെയ്യുന്നു. इन्होंने भी अपना काम करते रहना है। ഇത് അവരുടെ പ്രവൃത്തിയാണ്. നാം നമ്മുടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അവർ അവരുടെ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ടതില്ല. और ना ഇവരിൽ നിന്നും നാം ഒന്നും പ്രതീക്ഷ പുലർത്തുന്നുമില്ല. अगर ये इंसाफ से हुकूमत चलाएंगे, മാത്രമല്ല उनको रोकेंगे, ഇവരിലേക്ക് നാം നോക്കുന്നുമില്ല. अल्लाह के हुक्म को मानकर നീതിപൂർവം ഇവർ ഭരണം നടത്തുകയാണെങ്കിൽ, अजर के അക്രമത്തെ അമർച്ച ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് तो हमें तसल्ली दिलाने അവന്റെ പ്രതിഫലത്തിന് അർഹരായിത്തീരുന്നതാണ്. करता है। അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ഒപ്പമുണ്ട്,
അവൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കുന്നു. അവൻ ഞങ്ങളെ സംരക്ഷിക്കുന്നു. അല്ലായെങ്കിൽ നാം രക്ഷപ്പെടുകയില്ല. കാരണം ഇവരുടെ പദ്ധതികൾ വളരെ ഭയാനകമാണ്. जहान में भी अपने वादे के मुताबिक അള്ളാഹു नवाजेगा ഈ ലോകത്തും പരലോകത്തും അവന്റെ വാഗ്ദാനപ്രകാരം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് इंशाल्लाह। ഇൻഷാ അല്ലാഹ്. എന്നാൽ അക്രമികളെ हुकूमत की तरफ देखने के പിടിക്കാനുള്ള ഏർപ്പാടും അള്ളാഹു ചെയ്യുന്നതാണ്. देखने की जरूरत है। അതുകൊണ്ട് നമുക്ക് ഭൗതിക ഭരണകൂടങ്ങളിലേക്ക് उसके हुक्मों पर चलने പ്രതീക്ഷ വെക്കുന്നതിന് പകരം അള്ളാഹുലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അവന്റെ ദയാദൃഷ്ടിയിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. और हमारे ഇനി മറ്റൊരു കാര്യം, ഞങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാത്തവരും ഞങ്ങളെ പിൻപറ്റാത്തവരും ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ടവരും അവർ इसलिए നരകാവകാശികളാണെന്ന എന്നുമുള്ള देते हैं कि जो चाहे इन लोगों से करो, तुम जो चाहे अहमदियों से करो, മതത്തിന്റെ तुम्हें कोई पूछने वाला नहीं। കുത്തബ അവകാശികളുടെ പ്രഖ്യാപനം ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഈ പ്രഖ്യാപനം കാരണം അവർ जो कानून തങ്ങളുടെ അനുയായികൾക്ക് അഹമ്മദികളോട് എന്തു തോന്നിയതും ചെയ്യാനുള്ള അനുവാദം നൽകുന്നു. നിങ്ങളോട് ആരും ഒന്നും ചോദിക്കുകയില്ലെന്ന് പറയുന്നു. ഇപ്പോൾ ഇതുതന്നെയാണ് അവിടെ നടക്കുന്നത്. നിയമനിർമ്മാതാക്കളാണെന്ന് വാദിക്കുന്ന സർക്കാർ അഹമ്മദികൾക്കെതിരിലുള്ള ആക്രമണത്തിനെതിരിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, മറിച്ച് അക്രമികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അഹമ്മദിയെ 2 ദിവസം മുമ്പ് കറാച്ചിയിൽ ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. शदीद जख्मी हुए अस्पताल में, ഒരാൾ ജഹലമിൽ अल्लाह ताला उनको भी इससे വധശ്രമത്തിന് ഇരയാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ഇപ്പോൾ ആശുപത്രിയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യത്തോടെ രോഗശാന്തി നൽകട്ടെ. भी उस जुल्म की भीड़ चढ़ जाते हैं। അഹമ്മദികളുടെ സുഹൃത്തുക്കളായ അനഹ്മദി കൂട്ടുകാരും ഈ ആക്രമണത്തിന് ഇരയാകുന്നു എന്നതാണ് ദുഃഖകരം. കറാച്ചിയിൽ നടന്ന ഷഹാദത്ത് സംഭവത്തിൽ वो भी शदीद जख्मी हुए, ഇദ്ദേഹത്തോടൊപ്പം കാറിൽ സഞ്ചരിച്ചിരുന്ന उनको भी सेहत दे। ഇദ്ദേഹത്തിന്റെ 2 അനഹ്മദി സുഹൃത്തുക്കൾ ഗുരുതരമായി പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുകയാണ്. അള്ളാഹു അവർക്കും സുഖം നൽകട്ടെ. बहरहाल अल्लाह ताला അദ്ദേഹത്തിന്റെ അവസ്ഥയും മോശമാണ്. बात नहीं है। ഒരാളുടെ അവസ്ഥ വളരെ മോശമാണ്. पहले मजहब के ठेकेदारों അള്ളാഹു പറയുന്നു, ഇത് പുതിയ കാര്യമല്ല. മുമ്പുള്ള മതത്തിന്റെ കുത്തകക്കാരും ഇതെല്ലാമാണ് ചെയ്തിരുന്നത്. आपको खुदा ताला की रजा का ताबे എന്നാൽ അള്ളാഹു പ്രഖ്യാപിക്കുന്നത് മറ്റൊന്നാണ്. ആരാണോ അള്ളാഹുവിന്റെ തൃപ്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, നന്മ ചെയ്യുകയും ചെയ്യുന്നത്, तो उसका अजर उसके रब के पास है। ये दूसरे दोस्त जो जख्मी അവരുടെ പ്രതിഫലം അവരുടെ നാഥന്റെ പക്കലുണ്ട്. के हैं सराय आलमगीर के, ഒരു സുഹൃത്ത് കറാച്ചിയിലാണ് പരിക്കേറ്റ വ്യക്തി. മറ്റൊരു സുഹൃത്ത് ജഹലമിലാണ് സറായ ആലങ്കീറിൽ. ഇദ്ദേഹത്തിന്റെ അവസ്ഥ മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇവർക്ക് ശിഫ നൽകട്ടെ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ताबे बना दे, പ്രീതിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് आसान करने वाला हो, तो उसका अजर उसके रब के पास है। ജീവിക്കുകയും जहन्नम में जाने का ഈസാൻ ചെയ്യുകയും ചെയ്താൽ किसी തീർച്ചയായും അവരുടെ പ്രതിഫലം അവരുടെ റബ്ബിന്റെ പക്കലുണ്ട്. पर खून करने वाला സ്വർഗത്തിലും നരകത്തിലും പോകാനുള്ള സർട്ടിഫിക്കറ്റ് असेंबली ने नहीं देना। മതത്തെ अल्लाह ताला രക്തക്കളമാക്കുന്നവരോ മറ്റാരെങ്കിലോ തരേണ്ടതില്ല. ഏതെങ്കിലും അസംബ്ലിയുമല്ല നൽകേണ്ടത്. कि जो ഹൃദയാവസ്ഥ അറിയുന്ന അള്ളാഹു और अल्लाह ताला की रजा के ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, जमाने के इमाम ആരാണോ സൽപ്രവർത്തി ചെയ്യുന്നത്, അള്ളാഹുവിന്റെ പ്രീതിക്കായി ചെയ്യുന്നത്, കാലഘട്ടത്തിന്റെ ഇമാമിന്റെ ബയ്യത്തിൽ പ്രവേശിച്ചത് खौफजदा होने की जरूरत। അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനപ്രകാരമാണ് പ്രവേശിച്ചത്. अल्लाह ताला അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, हासिल करने के लिए ദുഃഖിക്കേണ്ട ആവശ്യമില്ല. उसकी तालीम के मुताबिक किया गया, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി उसे खुदा ताला की रजा हासिल करने वाला അവന്റെ അധ്യാപനമനുസരിച്ച് ചെയ്ത ഓരോ പ്രവൃത്തിയും जो अल्लाह ताला അവനെ ദൈവപ്രീതി കരസ്ഥമാക്കുന്നവനാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് माऊद अलैहिस्सलाम की बैत അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളനുസരിച്ച് ताला का ताबे फरमान है। വാഗ്ദത്ത മസീഹിന്റെ ബയ്യത്തിൽ വന്നിരിക്കുന്ന ഓരോ അഹമ്മദിയും തീർച്ചയായും അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിക്കുന്നവരാണ്. मुसलमान है और അവൻ प्यार को हासिल करने वाला भी है। മുസ്ലിമാണ്,
മാത്രമല്ല യഥാർത്ഥ മുസ്ലിം അവരാണ്. किसी असेंबली അള്ളാഹുവിന്റെ പ്രീതിയെ കരസ്ഥമാക്കുന്നവരാണ്. की जरूरत नहीं है. अल्लाह ताला के नजदीक അവർ മുസ്ലിമാണെന്നതിന് ഏതെങ്കിലും അസംബ്ലിയുടെയോ സർക്കാരിന്റെയോ സാക്ഷ്യപത്രത്തിന്റെ ആവശ്യമില്ല. कि मैं मुसलमान ഞാൻ ഓതിക്കേൽപ്പിച്ച വിശുദ്ധ ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ लिल्लाह ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്നവരും യഥാർത്ഥ അർത്ഥത്തിൽ മുസ്ലിമാണ്. പറയുന്നു, മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി, कि मैं ആരാണ് തന്റെ സർവ്വശ്രദ്ധയും അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. നിങ്ങൾ മുസ്ലിം ആണെന്ന് മറ്റൊരാൾ പ്രഖ്യാപിക്കണമെന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഓരോരുത്തരും തന്നെ അള്ളാഹുവിന്റെ അനുസാരിയാക്കി മാറ്റി और एक मुसलमान തന്റെ ഇഷ്ടപ്രകാരം ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മുസ്ലിം എന്ന നിലയിൽ അള്ളാഹു എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ തയ്യാറാണ്. वो एहसान कर ഇത് വെറും വാദമാത്രമായിരിക്കരുത്. तमाम അള്ളാഹു പറയുന്നു, വഹുവ മുഹ്സിനുൻ, जिनके करने അവൻ നന്മ ചെയ്യുന്നവനായിരിക്കണം. അള്ളാഹു പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവർത്തിയും ഉത്തമമായ രീതിയിൽ അവൻ ചെയ്യുന്നതാണ്. हर उस बुराई से അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഏൽക്കേണ്ടത്. अगर ये हालत हो जाएगी അള്ളാഹു വിലക്കിയിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക. ഈ വ്യവസ്ഥ കൈവരിച്ചു കഴിഞ്ഞാൽ फरमाता है അള്ളാഹുവിന്റെ പ്രീതിയുടെ ദൃഷ്ടി അങ്ങനെയുള്ളവരിൽ പതിയുന്നതാണ്. और गम नहीं होना चाहिए. അള്ളാഹു തുടർന്ന് പറയുന്നു, नेक अमाल ഇങ്ങനെയായി നിങ്ങൾ മാറിയാൽ गुनाहों से भी ഒരു തരത്തിലുള്ള ഭയത്തിന്റെയും ദുഃഖത്തിന്റെയും ആവശ്യം നിങ്ങൾക്കില്ല. और नेक സൽപ്രവർത്തികൾ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളുടെ ന്യൂനതക്കുള്ള പരിഹാരമായി തീരും. സൽപ്രവൃത്തിയുടെ തുടർച്ചയും സ്ഥിരമായി ചെയ്യലും और दीन അതേപോലെ തിന്മയിൽ നിന്നുള്ള രക്ഷപ്പെടലും आइंदा की गलतियों से भी ദീനിനെ बचा रहे हैं. ദുന്യാവിനേക്കാൾ മുന്തിക്കലും खौफ और गम से വരാനിരിക്കുന്ന പാപങ്ങളിൽ നിന്നും ഒരു വിശ്വാസിയെ രക്ഷിക്കുന്നതാണ്. ദുഃഖങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും അവനെ അകറ്റുന്നതുമായിരിക്കും. कि लोग ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം इस्लाम उसको ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, कहते हैं कि बतौर पेशगी അറബി ഭാഷ നിഘണ്ടുവിൽ दिया जाए ഇസ്ലാം എന്ന് പറഞ്ഞാൽ या ഒരു വസ്തുവിന്റെ മൂല്യം किसी മുൻകൂറായി നൽകുക എന്നതിനാണ്. മറ്റൊരർത്ഥം തന്റെ ജോലി മറ്റൊരാളെ ഏൽപ്പിക്കുക, സമാധാനം ഉണ്ടാക്കുക, किसी अमर या हुकूमत को छोड़ दें. ये चार चीजें हैं തർക്കവും കലഹവും पेशगी की तौर ഉപേക്ഷിക്കുക. इस्लाम ये ഈ 4 കാര്യങ്ങൾക്കാണ് ഇസ്ലാം എന്ന് പറയുക. അതായത് ഒരു വസ്തുവിന് മുൻകൂറായി പണം നൽകുക, कोशिश की जाए ആരെയെങ്കിലും തന്റെ ജോലി ഏൽപ്പിക്കുക, किस्म के झगड़े और സമാധാനത്തിനായി ശ്രമിക്കുക, എല്ലാത്തരം തർക്കങ്ങളും കലഹങ്ങളും ഉപേക്ഷിക്കുക. करीमा में इसकी तरफ इशारा है यानी എന്നാൽ ഇസ്ലാമിന്റെ സാങ്കേതികാർത്ഥം अस्लम वजहु लिल्लाह വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ പരാമർശിച്ചതാണ്. इंद रब्बे. ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ मुसलमान वो ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. यानी अपने वजूद മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ അസ്തിത്വം ആസകലം സമർപ്പിക്കുന്നവനാണ്. തന്റെ അസ്തിത്വത്തെ അള്ളാഹുവിന് വേണ്ടിയും അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പിൻപറ്റുന്നതിനു വേണ്ടിയും അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി വഖഫ് ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി തുടർന്ന് തൽപ്രവർത്തികളിൽ മുഴുകുക. തന്റെ അസ്തിത്വത്തിന്റെ സർവ്വപ്രവർത്തന ക്ഷമതയും അവന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. ചുരുക്കത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും പൂർണ്ണമായും അള്ളാഹുവിന്റേതായി തീരുകയും दर हकीकत एक ऐसी चीज समझ അള്ളാഹുവിന്റേതായി തീരുക എന്നതാണ് ഇതിന്റെ അർത്ഥം. വിശ്വാസപരമായി എന്ന് പറഞ്ഞാൽ തന്റെ അസ്തിത്വം ആസകലം അള്ളാഹുവിനെ തിരിച്ചറിയാനും അവനെ അനുസരിക്കാനും അവന്റെ സ്നേഹവും പ്രീതിയും പ്രേമവും കരസ്ഥമാക്കാനുമുള്ള വസ്തുവായി കണക്കാക്കുക. लिल्लाह हकीकी नेकियां जो हर കർമ്മപരമായി എന്ന് പറഞ്ഞാൽ എല്ലാ യഥാർത്ഥ നന്മകളും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും ശക്തികളും മുഖേന സർവ്വ നന്മകളും ചെയ്യുക. ഇത് ചെയ്യുന്നത് വളരെ താൽപര്യത്തോടും ആവേശത്തോടും കൂടി ആയിരിക്കണം. मुकाम है എത്രമാത്രമെന്നാൽ അവൻ തന്റെ അനുസരണത്തിന്റെ ദർപ്പണത്തിൽ തന്റെ യഥാർത്ഥ ആരാധ്യന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥാനമാണ് വിശ്വാസപരമായും കർമ്മപരമായും നാം കരസ്ഥമാക്കേണ്ടത്. अगर हम നാം സ്വയം സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ നാം സുദൃഢരാണെങ്കിൽ,
നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച് നാം സ്വയം ആത്മപരിശോധന നടത്തുന്നവരാണെങ്കിൽ, അതായത് ഇവയെല്ലാം ദൈവപ്രീതിക്കായാണോ നാം ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, അവയെ ദൈവപ്രീതിക്ക് അനുഗുണമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ, നാം ദുആക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണെങ്കിൽ, ഭൗതികർ അവരുടെ ഭൗതിക നിയമത്തിന്റെ തണലിൽ അക്രമം നടത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭൗതികമായി നൽകുന്ന നഷ്ടങ്ങൾ नुकसान नहीं पहुंचा सकते या ज़ाहिरी तौर पर शायद दुनियावी അവർ വരുത്തുകയാണെങ്കിൽ തന്നെ लेकिन അള്ളാഹുവിന്റെ സവിധത്തിൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നവരായി മാറുന്നതാണ്. ने इन जुल्म करने वालों की मिसालें देकर पहले ही हमारे दिलों को मजबूत फरमा दिया है। വിശുദ്ധ ഖുർആൻ मूसा अलैहिस्सलाम के ഇങ്ങനെയുള്ള അക്രമികളുടെ ഉദാഹരണം നൽകിക്കൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ ഹൃദയത്തിന് ശക്തി പകരുകയുണ്ടായി. ഹദ്റത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നവരിൽ जवाब दिया था മാന്ത്രികന്മാരും ഉണ്ടായിരുന്നു. ആദ്യം അവർ മന്ത്രവാദ്യം നടത്താനാണ് വന്നത്. പിന്നീട് അവർ വിശ്വസിക്കുകയുണ്ടായി. അവർ നൽകിയിരിക്കുന്ന മറുപടി ഇതായിരുന്നു: ഫഖദി മാ അൻത ഖാൽ, तकज़ी हाज़िल हयात നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. दूसरे इस दुनिया की जिंदगी के बारे ഇന്നമാ തഖ്ലി ഹാസിഹിൽ ഹയാത്ത് ദുനിയാ, നിനക്ക് ഈ ഭൗതിക ജീവിതത്തെക്കുറിച്ച് മാത്രമേ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. में सामने ഈ ജീവിതത്തെ അവസാനിപ്പിക്കാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് ഏതെങ്കിലും ഭരണകൂടം അക്രമം നടത്താൻ തയ്യാറാണെങ്കിൽ आखिरी फतह അവരുടെ മുമ്പാകെ വിശ്വാസികളുടെ പര്യവസാനത്തിന്റെ മാതൃകയുണ്ട്. अल्लाह ताला होगी। അതേപോലെ ഫിർഔനിന്റെ പര്യവസാനത്തിന്റെ മാതൃകയുമുണ്ട്. അവസാന വിജയം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശ്വാസികൾക്ക് തന്നെയായിരിക്കും. ഇവിടെയും ഇതാണ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. तो ये कि अल्लाह ताला की रजा को किस तरह हासिल करना है, ഭൗതികരെ വയക്കുന്ന വിശ്വാസമല്ല നാം പ്രകടിപ്പിക്കേണ്ടത്. अपने വല്ല ഭയവും ദുഃഖവും നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും എന്നതിലായിരിക്കണം. അവന്റെ സാമീപ്യം എങ്ങനെ കരസ്ഥമാക്കും എന്നതിലായിരിക്കണം. मयार का जिक्र फरमाया है वो सूरह निसा की അള്ളാഹു തന്നിൽ വിശ്വസിക്കുന്നവരുടെയും कि वमन വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നവരുടെയും തലപ്രവൃത്തി ചെയ്യുന്നവരുടെയും ഏതൊരു ഉന്നത സ്ഥാനത്തെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അത് സൂറ നിസായിലെ ഈ ആയത്തിൽ പറയുന്നുണ്ട്. വമൻ അഹ്സനു ദീനൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. സൽക്കർമ്മം ചെയ്യുന്നവനായിരിക്കെ തന്നെത്താൻ അള്ളാഹുവിൽ അർപ്പിക്കുകയും ഋജുമാനസനായ ഇബ്രാഹിമിന്റെ മതത്തെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരുത്തനേക്കാൾ ഉത്തമനായ മതവിശ്വാസിയാരാണ്? ഇബ്രാഹിമിനെ അള്ളാഹു തന്റെ ഉറ്റ സുഹൃത്താക്കിയിരിക്കുന്നു. दोस्त बनना है। അള്ളാഹുവിന്റെ സുഹൃത്തായി തീരണമെങ്കിൽ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റുകയാണ് വേണ്ടത്. इसके माने मजहब മില്ലത്ത് എന്നതിന് വിവിധാർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം പാത, വഴി എന്നതാണ്. മതം എന്നും അതിനർത്ഥമുണ്ട്. ഇത് കാരണം ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗുണങ്ങൾ വിവരിച്ചത് ഇതാണ്: वसीम अलैहिस्सलाम इस बारे में फरमाते हैं വ ഇബ്രാഹിം അല്ലസി വഫ. कुर्ब हासिल करने की राह ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു: അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗം എന്നത് അവന് വേണ്ടി സത്യസന്ധത പ്രകടിപ്പിക്കുക എന്നതാണ്. यही थी ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് കരസ്ഥമായ സാമീപ്യത്തിന് കാരണമായി അള്ളാഹു പറയുന്നത് वफादारी दिखाई വ ഇബ്രാഹിം അല്ലദി വഫ എന്നതാണ്. ഇബ്രാഹിം പൂർണ്ണമായ കൂറ് പുലർത്തിയ ഇബ്രാഹിമായിരുന്നു. അള്ളാഹുവിനോട് കൂറ് പുലർത്തുന്നതിനും സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കുന്നതിനും ഒരു മരണം അനിവാര്യമാണ്. മനുഷ്യൻ ഈ ഭൗതിക അഭിമാനങ്ങളിലും മഹത്വങ്ങളിലും നിന്ദ്യത സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലയോ? എല്ലാത്തരം അപമാനവും കാഠിന്യവും പ്രയാസവും അള്ളാഹുവിനു വേണ്ടി സഹിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ और तंगी खुदा ഈ ഗുണം करने को तैयार ना हो, ये सिर्फ ഉണ്ടായിത്തീരുന്നതല്ല. फरमाया जब तक खालिस खुदा ताला ही के लिए नहीं हो जाता और उस പൂർണ്ണമായും അള്ളാഹുവിനു വേണ്ടി ആയിത്തീരുന്നില്ലെങ്കിൽ, അവന്റെ മാർഗത്തിൽ എല്ലാ പ്രയാസങ്ങളും സഹിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും നിറം തന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അത് പ്രയാസമാണ്. അള്ളാഹു പ്രവൃത്തിയാണ് ആഗ്രഹിക്കുന്നത്. से आता है, लेकिन जब इंसान പ്രവർത്തനത്തിലൂടെയാണ് അവൻ തൃപ്തനാകുന്നത്. പ്രവർത്തനം ദുഃഖത്താൽ ഉടലെടുക്കുന്നു. എന്നാൽ അള്ളാഹുവിനു വേണ്ടി ദുഃഖം സഹിക്കാൻ മനുഷ്യൻ തയ്യാറായാൽ അള്ളാഹു അവനെ ദുഃഖത്തിൽ നിലനിർത്തുകയില്ല. തന്റെ ഹൃദയത്തെ അന്യരിൽ നിന്നും ശുദ്ധീകരിക്കുകയും ദൈവസ്നേഹത്താൽ അതിനെ നിറക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് നടക്കുകയും നീയൽ അതിന്റെ യഥാർത്ഥ രൂപത്തെ പിൻപറ്റുന്നത് പോലെ പിൻപറ്റുകയും അവന്റെയും അള്ളാഹുവിന്റെയും ഇഷ്ടം ഒന്നായിത്തീരുകയും ഒരു വ്യത്യാസമില്ലാതായിത്തീരുകയും ചെയ്യേണ്ടതാണ്. ഇവയെല്ലാം ദുആ മുഖേന കരസ്ഥമാക്കാവുന്നതാണ്.
ഇതെല്ലാമായിരുന്നു ഹദ്റത്ത് ഇബ്രാഹിമിന്റെ ഗുണങ്ങൾ. പറയുന്നു, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഒരാളിൽ പ്രകടമാകുന്നത് അവന്റെ അസ്തിത്വം തന്റെ ബാഹ്യവും ആന്തരികവുമായ സർവ്വ കഴിവുകളും അള്ളാഹുവിനു വേണ്ടി മാത്രം അവന്റെ മാർഗത്തിൽ സമർപ്പിക്കുമ്പോഴാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അമാനത്തുകളെല്ലാം തന്നെ യഥാർത്ഥ ദാതാവിനെ തന്നെ ശരിയായ രീതിയിൽ തിരിച്ചു നൽകുമ്പോഴാണ്. വിശ്വാസപരമായി മാത്രമല്ല, പ്രവർത്തന ദർപ്പണത്തിലും തന്റെ ഇസ്ലാമും അതിന്റെ സമ്പൂർണമായ രൂപവും പ്രദർശിപ്പിക്കുകയും വേണം. അതായത് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന വ്യക്തി അവന്റെ കൈയും കാലും ഹൃദയവും മസ്തിഷ്കവും ബുദ്ധിയും തിരിച്ചറിയലും അവന്റെ കോപവും കരുണയും അവന്റെ നമ്രതയും അറിവും അവന്റെ ആത്മീയതയും ശാരീരികവുമായ സർവ ശക്തികളും അവന്റെ അഭിമാനവും ധനവും അവന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അവന്റെ തലമുടി മുതൽ കാലിന്റെ നഖം വരെയുള്ള ബാഹ്യവും ആന്തരികവുമായ സർവ്വതും, എത്രമാത്രമെന്നാൽ അവന്റെ നിയ്യത്തുകൾ പോലും, അവന്റെ ഹൃദയത്തിലെ ചിന്തകൾ പോലും, അവന്റെ മനസ്സിന്റെ വികാരങ്ങളും എല്ലാം തന്നെ ഒരാളുടെ അവയവങ്ങൾ അയാളെ പിൻപറ്റുന്നത് പോലെ അള്ളാഹുവിനെ പൂർണ്ണമായും പിൻപറ്റുന്നതായി തീരണം. ചുരുക്കത്തിൽ സത്യസന്ധതയിൽ അവൻ എത്രമാത്രം മുന്നേറിയെന്നാൽ അവന്റേതായ ഒന്നും ഇപ്പോൾ അവന്റേതല്ലാതായി തീരുകയും എല്ലാം അള്ളാഹുവിന്റേതായി തീരുകയും ചെയ്തിരിക്കുന്നു. അവന്റെ എല്ലാ അവയവങ്ങളും ശക്തികളും ദൈവിക സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. എത്രമാത്രമെന്നാൽ അവയെല്ലാം അള്ളാഹുവിന്റെ അവയവങ്ങളെയായി മാറിയതുപോലെ ആയിരിക്കണം. ചുരുക്കത്തിൽ ഓരോ അഹമ്മദിയും കരസ്ഥമാക്കേണ്ട സ്ഥാനമാണിത്. ഇതാണ് നാം ഓരോരുത്തരും കരസ്ഥമാക്കേണ്ടത്. ഈ സ്ഥാനം കരസ്ഥമാക്കാനായി നാം ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാണെന്ന് നമുക്ക് വിളംബരപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ വരുന്നവരായി നാം മാറുകയും ചെയ്യുന്നത് അപ്പോഴാണ്. അള്ളാഹു ജമാഅത്ത് തലത്തിലും ജമാഅത്തിലെ ഭൂരിഭാഗം ആളുകളും ഈ സ്ഥാനം കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരായി മാറട്ടെ. യഥാർത്ഥ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിറം സ്വീകരിക്കുന്നവരായി നാം മാറട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ ഫദ്ലിനെ സ്വീകരിച്ചുകൊണ്ട് ബുശ്ര ലിൽ മുസ്ലിമീൻ എന്ന് അള്ളാഹു പറയുന്നവരുടെ ഗണത്തിൽ നാം ഉൾപ്പെടുമാറാകട്ടെ. പൂർണ്ണമായി അനുസരണം പുലർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സുവാർത്തയുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിൽ നിന്നും സുവാർത്ത ലഭിക്കുമ്പോൾ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന അവരുടെ നാശം നാം കാണുന്നതാണ്. നമ്മിൽ ഭൂരിഭാഗത്തിനും പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ അഹമ്മദിക്കും ദുആയിലേക്ക് ശ്രദ്ധ തിരിയട്ടെ. അള്ളാഹുമായി പ്രത്യേക ബന്ധം ഉണ്ടായിത്തീരട്ടെ. എതിരാളികളുടെ പര്യവസാനം വേഗം കാണുന്നവരായി നാം മാറട്ടെ. ഇതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ കറാച്ചിയിൽ ഷഹീദാക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ലഘുവിവരണം നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ജുമാ നമസ്കാരത്തിന് ശേഷം ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. ചൌധരി ഹാമിദ് സമീ സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചൌധരി അബ്ദുൽ സമീ ഖാദിം സാഹിബിന്റെ മകനാണ്. ഗുൽഷൻ ഇക്ബാൽ കറാച്ചിയിലാണ് താമസിച്ചിരുന്നത്. ജൂൺ 11 അദ്ദേഹത്തെ ഷഹീദാക്കി. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ചൌധരി അബ്ദുൾ റഹീം സാഹിബ് മുഖേനയാണ്. അബ്ദുൾ റഹീം സാഹിബ് ഇന്ത്യയിലെ ഗുരുദാസ്പൂർ ജില്ലയിലാണ്. ഇദ്ദേഹത്തിന്റെ പിതൃമാതാവ് സർദാർ ബീഗം സാഹിബ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാഹിബ് ചൌധരി മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മകളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ചൌധരി അബ്ദുൾ റഹീം സാഹിബ് 1924 ബയ്യത്ത് ചെയ്തത്. ബയ്യത്തിന് ശേഷം തന്റെ മാതാപിതാക്കളുടെ ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. ഈ എതിർപ്പ് ഇന്ന് തുടങ്ങിയതല്ല, മുമ്പേ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ശിക്ഷ നൽകിയിരുന്നത് ഇപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളം കൈയിൽ കട്ടിലിന്റെ കാൽ വെച്ച് കൈ കെട്ടിയിട്ട് എന്നിട്ട് ഉപ്പ കട്ടിലിൽ കിടന്ന് ഉറങ്ങും. ഇങ്ങനെ രാത്രി മുഴുവനും കൈ കെട്ടിയിട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇത് കാരണം ഉള്ളം കൈയിൽ അദ്ദേഹത്തിന്റെ അതിന്റെ പാട് കാണാൻ സാധിക്കും, അടയാളം കാണാൻ സാധിക്കും. 1929 ഇവർ ലാഹോറിൽ വന്നു. ഹാമിദ് സമീ സാഹിബ് ലാഹോറിലാണ് ജനിച്ചത്. ഇദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവും ചാർട്ടേഡ് അക്കൗണ്ട് ആയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ഒരു ഫാം ഇവർക്കുണ്ട്. അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷഹാദത്ത് സമയം ഇദ്ദേഹത്തിന്റെ വയസ്സ് 48 ആയിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുസിയായിരുന്നു. അസർ നമസ്കാരത്തിന് ശേഷം ഏകദേശം 6:30 മണിക്ക് ജിന്ന റോഡ് കറാച്ചിയിലുള്ള തന്റെ
ഫാമിൽ നിന്ന് കാറിൽ തിരിച്ചു വരികയായിരുന്നു. അനഹമ്മദി സുഹൃത്തും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഓഫീസിൽ നിന്നും അല്പം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകും. അജ്ഞാതരായ തോക്കുധാരികൾ മോട്ടോർ സൈക്കിളിൽ വന്ന് തുടർച്ചയായി നിറയൊഴിക്കുകയുണ്ടായി. മുറിവുകൾ വെച്ച് നോക്കുമ്പോൾ ഘാതകർ 2 മോട്ടോർ സൈക്കിളിൽ വന്നു എന്നാണ് കരുതുന്നത്. വണ്ടിയുടെ 2 വശത്തു നിന്നും ഇവർ ആക്രമിക്കുകയുണ്ടായി. ഏകദേശം 6 വെടിയുണ്ടകൾ നെറ്റിയിൽ തുളച്ചു കയറി. മുഖത്തും അരക്കെട്ടിനും എല്ലാം തന്നെ വെടി ഏൽക്കുകയുണ്ടായി. ഇത് കാരണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2 സുഹൃത്തുക്കൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ഒരാളുടെ സ്ഥിതി വളരെ മോശമാണ്. അള്ളാഹു അദ്ദേഹത്തിൽ കരുണ ചെയ്യുമാറാകട്ടെ. മുറിവേറ്റ 2 സുഹൃത്തുക്കൾക്കും നേരിട്ട് വെടിയേറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ തുളച്ച് കയറിയ വെടിയുണ്ടയാണ് ഇവർക്ക് ഏറ്റത്. ഷഹീദ് മർഹൂം തന്റെ ഹൽക്കയിലെ സെക്രട്ടറിമാരായിരുന്നു. അൻസാറിന്റെ ഷൂബയെ മാലിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സൽസ്വഭാവിയും സഹിഷ്ണുത ഉള്ള ആളുമായിരുന്നു. എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖമായിരുന്നു. വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. ഭാര്യയോടും മക്കളോടും മറ്റുള്ളവരോടും വളരെ വാത്സല്യത്തോടെയാണ് വർത്തിച്ചിരുന്നത്. സദർ സാഹിബ് ഹൽക്ക പറയുന്നു, ഷഹീദ് വളരെ നല്ല അനുസരണമുള്ള വ്യക്തിയായിരുന്നു. മെയ് മാസത്തിൽ തന്നെ ചന്ത അടച്ചു പൂർത്തിയാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഉടനെ അദ്ദേഹം ചന്ത അടച്ചു തീർക്കുകയുണ്ടായി, കൂടുതലായി നൽകുകയുണ്ടായി. ജൂൺ 11 ഒരു ദിവസം മുമ്പ്, അതായത് ഷഹാദത്തിന്റെ ദിവസം മുമ്പ് മൂസികളുടെ മീറ്റിംഗ് നടത്തി വളരെ നല്ല രീതിയിൽ വസീയത്തിന്റെ പ്രാധാന്യവും ചന്തയുടെ പ്രാധാന്യവും വിവരിക്കുകയുണ്ടായി. നല്ലതുപോലെ സംസാരിക്കുന്ന ആളായിരുന്നു. ഇന്റേൺഷിപ്പിന് വേണ്ടി അഹമ്മദികളെ നല്ല രീതിയിൽ സഹായിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ സബ ഹാമിദ് സാഹിബയാണ്. 2 പെൺമക്കൾ, റുഖ്സാന 14 വയസ്സ്, ഭാര്യ അഹമ്മദ് 7 വയസ്സ്, മകൻ റാസിഖ് അഹമ്മദ് 9 വയസ്സ്. അള്ളാഹു തആല ഇവർക്കെല്ലാവർക്കും ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. ഇവരെ സംരക്ഷിക്കട്ടെ, എപ്പോഴും തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. ഇദ്ദേഹത്തിന്റെ സഹോദരി സഹോദരന്മാർ പാകിസ്ഥാനിന് പുറത്താണ്. അള്ളാഹു ഇദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر